ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു മുളക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ചെറിയ മീനുകളാണ് എനിക്ക് കിട്ടിയത്. നമുക്ക് നാട്ടിലേക്ക് കിളിമീൻ എന്നാണ് പറയുന്നത്, ഇവിടെ നവര എന്നാണ് പറയുന്നത്. അതൊക്കെ വെട്ടി വൃത്തിയാക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചു. ഞാൻ ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചു. ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയപ്പം ഉലുവയിട്ട് മൂപ്പിച്ചതിന് ശേഷം ഉള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ആഡ് ചെയ്തു. അതൊരു ബ്രൗൺ കളറായി കഴിഞ്ഞപ്പോഴത്തേക്കും കുടംപുളി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അതൊരു 3-4 പീസ് കുടംപുളി ഇട്ട് അതൊന്ന് വഴറ്റി ഒരു മണം വരും. കുടംപുളിയുടെ നല്ല സ്മെല്ല് വരും വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് വഴലുമ്പോൾ. അപ്പോഴും നമ്മൾ മല്ലി മാത്രം ഞാൻ ഈ മുളക് കറിക്ക് ഉപയോഗിക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഈ മുളക് കറിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതും ഉലുവയും അതെല്ലാം കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം ചട്ടിയിൽ പാകത്തിന് വെള്ളവും ഉപ്പും വച്ച് തിളപ്പിക്കാനായിട്ട് വച്ചു. ഞാൻ കുറച്ച് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയത് തൂവി അതിനകത്തേക്ക്. അതടച്ച് വച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഇരുന്ന് വെന്തോളും. പിന്നെ എനിക്ക് തോരൻ്റെ പരിപാടിയുണ്ട്, ചോറ് വാർക്കണം, പപ്പടം കാച്ചണം, ഇത്രയും കാര്യങ്ങളുണ്ട്. ഞാൻ വേറൊരു അടുപ്പ് കത്തിച്ച് ഞാൻ ചൂട് കെട്ടിയുള്ളൊരു ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കുകയാണ്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുകും അരിയും ഉഴുന്നും വറ്റൽമുളക് തീർന്നിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒതുക്കി വെച്ചിരുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ക്യാബേജ്, സവാള, പച്ചമുളക് ഇതെല്ലാം കീറി എടുത്തു വെച്ചിരുന്നതും കൂടെ ഒന്നിച്ച് ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച തോരൻ്റെ കാര്യം ഏകദേശമായി. പിന്നെ നമ്മൾ അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ചിക്കി എടുത്താൽ മതി. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചിക്കിയൊക്കെ എടുത്ത് സൂപ്പറാക്കിയാൽ മതി. അങ്ങനെ എൻ്റെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ബൗളിലേക്ക് മാറ്റുകയാണ്. അത് കഴിഞ്ഞ് അരി വെന്തെന്ന് തോന്നണമെന്ന് നോക്കണം. അത് ചോറ് അപ്പോഴത്തേക്കും പാകമായി കേട്ടോ. അത് ഞാനെടുത്ത് വേറൊരു കലത്തിലേക്കെടുത്ത് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ചോറിട്ട് തിളപ്പിച്ച് വാർത്തു. അപ്പോൾ പരിപാടി അങ്ങ് കഴിഞ്ഞു. പിന്നെയുള്ളത് മീനാണ്. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. അതിനകത്തേക്ക് മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾ, കുറച്ച് ഉലുവ, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ എടുത്ത് മുളക് വറ്റിയതിന് ശേഷം ബൗളെടുത്ത് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഈ ഓരോ മീനുകളിട്ട് എടുത്ത് കരിയാതെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ അടുത്ത അടുപ്പിലേക്ക് ഒരു ചട്ടി വയ്ക്കാനുള്ളത് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട്. കുറച്ച് പപ്പടം കൂടുതൽ വേണം എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പപ്പടം മാത്രം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, എപ്പോഴും ഉണ്ടാകും പപ്പടം. അങ്ങനെ ഞാൻ മീൻ ഓരോന്നെടുത്ത് ബൗളിലേക്ക് വെച്ചു. അത് ഫ്രൈ ചെയ്തിട്ട് കുറച്ചേ ഉള്ളൂ, ഒരുപാട് ചെറിയ മീനല്ലേ അന്നന്ന് മേടിക്കുന്ന അങ്ങ് തീർക്കും. എപ്പോഴും ഈ വലിയ മീനാണ് കറി വയ്ക്കുകയും ഫ്രൈ ചെയ്ത് കഴിക്കുകയും കുറച്ച് നാളായിട്ട് അത് തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ പപ്പടം കാച്ചൽ ഏകദേശമൊക്കെ കഴിഞ്ഞു. കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ അങ്ങ് കാച്ചി വെച്ച് പ്ലേറ്റ് എടുത്ത് തുടങ്ങി. അവിടെ ചോറ് വിളമ്പാൻ സമയമായി. ചോറൊക്കെ കഴിക്കാൻ പോകണം. ഓക്കെ, ബൈ.